നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടന്നൂർ മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് 5.3 കോടി രൂപയാണ് കിഫ്ബി അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ കൂട്ടി കിഫ്ബിയുടെ ഒരു പ്രൊജക്റ്റിലുണ്ടായിരുന്ന കുറച്ചുകൂടി വിശദമായ ഒരു പദ്ധതി രണ്ട് സ്ഥലത്ത് കൂടി ഇതുപോലൊന്ന് ചെയ്യണം എന്ന് വെച്ചാണ് നമ്മളത് തുടങ്ങിയത്. പക്ഷെ സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങൾ കണ്ടലത്തെ പരിപാടി അവിടുത്തെ ആയക്കെട്ട് പ്രദേശമില്ല എന്നുൾപ്പെടെയുള്ള വിഷയം കൊണ്ട് മാറ്റി തീർന്നു. ആറ്റത്ര മുട്ടിക്കൽ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഗതാഗത സൗകര്യമൊരുക്കുന്നതിനൊപ്പം പ്രദേശത്തെ കാർഷിക ജലസേചനത്തിനും സംഭരണത്തിനും പ്രധാനമാണ് മുട്ടിക്കൽ ചിറ. കാലപ്പഴക്കം മൂലം ക്ഷയിച്ച് പ്രളയകാലത്ത് കൈവരികൾ ഉൾപ്പെടെ തകർന്ന് ശോചനീയാവസ്ഥയിലുള്ള ഈ പാലം ഇതോടെ പൂർണ്ണമായും നവീകരിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറായിട്ടുള്ളത്. കിഫ്ബി ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് പദ്ധതിയുടെ അനിവാര്യത ഉറപ്പുവരുത്തിയിരുന്നു. പ്രദേശവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതും നിർവഹണം നടത്തുന്നതും. പാലത്തിന് 22 മീറ്റർ നീളവും 6.4 മീറ്റർ വീതിയും 8 റെഗുലേറ്റർ ഷട്ടറുകളും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ 37.5 മീറ്റർ നീളത്തിൽ 2 വശത്തും അപ്രോച്ച് റോഡും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. 5 മീറ്ററാണ് കാരേജ് വീതി. സംഘാടക സമിതി യോഗത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭിത ബാലകൃഷ്ണൻ, രാജി സോമൻ, VV വിവേക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സതീഷ് കുമാർ, നീതു പ്രകാശ്, ആറ്റത്ര പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MS സിദ്ധൻ, ഷാജൻ കുണ്ടന്നൂർ, സുഭാഷ് ചന്ദ്രൻ, TK മനോജ് കുമാർ, KM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ചെയർപേഴ്സണായും KIIDC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാലുദ്ദീൻ കൺവീനറായും 71 അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ആറ്റത്ര പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി തുടങ്ങിയവർ രക്ഷാധികാരികളാകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ അംഗങ്ങളാകും. ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലം പരിസരത്ത് വെച്ച് നിർമ്മാണോദ്ഘാടനം നടക്കും. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെയാണ് പ്രതിഷേധം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രഷറിൽ നിന്നും ഉയരുന്ന ശബ്ദവും അമിതഭാരവുമായി ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്ന ലോറികളും പൊടിപടലവുമാണ് പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. നിരവധി പ്രതിഷേധവും പരാതികളും നൽകിയിട്ടും അധികൃതർ ക്വാറിക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് പ്രതിഷേധക്കാരായ പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച അമിതഭാരവുമായി വന്ന ലോറി പ്രതിഷേധക്കാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസിനോടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടും മതിയായ രേഖകളില്ലാതെയാണ് ക്രഷറിന്റെ പ്രവർത്തനമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ക്വാറിയുടെ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് പോലീസ് അറിയിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേലയ്ക്ക് തുടക്കമായി. വേലൂർ വെങ്ങലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേല ആരംഭിച്ചത്. അശ്വതി നാളിൽ കാവുകയറിയ വേലൂർ ദേശം ക്ഷേത്രം തിരിക്കുതിര, കുട്ടിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം കുതിര, കുട്ടിക്കുതിര എന്നീ കുതിരകളെയാണ് പുണ്യാഹം തളിച്ച് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്നു നടന്ന നടക്കൽ പറയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭരണിവേലയിൽ ദേശകുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമുനഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ, വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര തുടങ്ങിയവകളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് 101 പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. തയ്യൂർ ദേശകുതിര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും.
കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ആഘോഷ കാഴ്ചകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക ദിനം സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതേ വേദിയിൽ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ വിളിച്ചപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതേ വേദിയിൽ ഞാനും റവന്യൂ മന്ത്രിയും കൂടി പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ചടങ്ങ്. അപ്പം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തുറന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാ ആശംസകളും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനം. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥത പ്രാർത്ഥനയും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തുടർന്ന് ഇടവക ദിനത്തിന്റെ ഭാഗമായി മെത്രാപ്പൊലീത്ത പാത്രിയാർക്ക പതാക ഉയർത്തി. 75 വയസ്സു പിന്നിട്ട ഇടവക അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിച്ചു. സമ്മേളനത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായി. ചടങ്ങിനോടനുബന്ധിച്ച് മന്ത്രിക്കും വിശിഷ്ടാതിഥികൾക്കും ഇടവകയുടെ ഉപഹാരം സമർപ്പിച്ചു. ഉച്ചയ്ക്ക് നടന്ന സ്നേഹവിരുന്നിലും മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. രാവിലെ 11-ന് ആരംഭിച്ച ഇടവക ലേലം 6 മണിക്കൂറോളം നീണ്ടുനിന്നു. എറണാകുളം സിത്താര ജ്വല്ലേഴ്സ് ഉടമ വിജയൻ കല്ലുംപുറം ദൈവമാതാവിന്റെ ചിത്രം 1,69,000 രൂപയ്ക്ക് ആദ്യ ലേലം സ്വീകരിച്ചത് ചരിത്ര നേട്ടമായി. ഉച്ചയ്ക്ക് ശേഷം പള്ളിക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളുമുണ്ടായി. വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. MPPM യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സ്റ്റാളും വേറിട്ടതായി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വാർഡ് മെമ്പർ ആനി വിനു, ജോസഫ് ചാലിശ്ശേരി, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് സ്വാഗതവും CV ഷാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അഥവാ സത്യവിശ്വാസ പഠിപ്പിക്കൽ അതിന് ഒരു സിംഹാസനമായി സ്ഥാപിക്കപ്പെട്ടത് AD 37 ഫെബ്രുവരി 22-നാണ്. 1989 വർഷം തികയുന്നു. 15 വർഷം കഴിഞ്ഞാൽ 2000 വർഷമായി. ആ വലിയ പാത്രിയർക്ക ദിനാഘോഷത്തോട് ചേർന്ന് ഇടവക ദിനം നടത്തുന്നത് വളരെ ഉചിതമായി. ചാലിശ്ശേരിയുടെ വിശ്വാസ പോരാളികളാണ് നാം. സത്യവിശ്വാസം നമ്മുടെ ആത്മരക്ഷ നൽകുന്നതാണ്. അതിൽ സത്യമുണ്ട്, അതിൽ ജീവനുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ സമാധാനമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാലും ആ അനുഭവത്തിൽ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ. കടപ്പുറം പഞ്ചായത്ത് ഇരട്ടപ്പുഴ GLP സ്കൂളിന്റെ 1-ാം നിലയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി. കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, ബ്ലോക്ക് മെമ്പർ മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക PB ബിനിത നന്ദിയും പറഞ്ഞു. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂളിന്റെ 1-ാം നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൗൺസിലർ സോണി ഷാജി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് VK സുജ, PTA പ്രസിഡന്റ് ടിജിൻ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി VR സവിത എന്നിവർ സംസാരിച്ചു. ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ഗുരുവായൂർ മണ്ഡലം ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ V മുജീബ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മാ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ,
ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NP നാസർ, AM ഷഫീർ, TK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മന്നലാംകുന്ന് അൽഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച അസർ നമസ്കാരത്തിനു ശേഷം നടന്ന മതവിജ്ഞാന സദസ്സിൽ മസ്ജിദ് സെക്രട്ടറി V. ഉസ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി. യുവപണ്ഡിതൻ അബ്ദുള്ള മാഞ്ഞാലി സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരലി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ, സെക്രട്ടറി റഫീഖ് അകലാട്, വനിതാ, യുവജന, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മസ്ജിദ് പ്രസിഡന്റ് MV അബ്ദുൾ സമദ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാംകുന്ന് ശാഖാ പ്രസിഡന്റ് ഹംസക്കുട്ടി, അൻഫർ, ബക്കർ, അലി, ദാവൂദ് തുടങ്ങി മസ്ജിദ് മദ്രസ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. റമദാൻ മാസത്തിലെ വരും ഞായറാഴ്ചകളിൽ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ഹാരിസ് ആറ്റൂരും, ബദറും ബദരീങ്ങളും എന്ന വിഷയത്തിൽ അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പിയും ക്ലാസ് നടത്തും. തുടർന്ന് സമൂഹ ഇഫ്താർ സംഗമവും ഉണ്ടാകും. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കും മികച്ച യൂണിറ്റിനുമുള്ള അവാർഡ് മരത്തംകോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ NA വിനീത ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IASൽ നിന്നാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ഹയർ സെക്കൻഡറി അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S. ഷാജിത്ത്, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ D. ദേവിപ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടിന് കൂറയിട്ടു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്ര മേൽശാന്തി പൂജിച്ച കൂറയിടാനുള്ള പട്ട് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഘോഷ് കുമാറിന് നൽകി. തുടർന്ന് കളംപാട്ടു നടത്തുന്ന കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ സംഘത്തിന് കൈമാറി. ഭഗവതി സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കളം പന്തലിൽ പട്ടുചാർത്തി. കൂറയിടൽ ചടങ്ങിൽ മാതൃസമിതി അംഗങ്ങളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മാർച്ച് 17-നാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. പട്ടുകൂറയിട്ടതു മുതൽ പൂരദിവസം വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ വഴിപാടായാണ് ഭക്തർ സമർപ്പിക്കുന്നത്. മാർച്ച് 18-ന് പുലർച്ചെ കൂറ വലിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. മാർച്ച് 22-നാണ് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം. സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് ആർത്താറ്റ് കത്തീഡ്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം തൃശൂർ ദയ ആശുപത്രികളുടെ സഹകരണത്തോടെ സ്നേഹസ്പർശം അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക പരിചരണ പരിശീലന ക്ലാസുകൾ നടത്തി. ഇടവക വികാരി ഫാദർ VM സാമുവേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PV ഷാജു സ്വാഗതവും ദയ ആശുപത്രിയിലെ റിസോഴ്സ് പേഴ്സൺ CA അബ്ദുൾ ബഷീർ ക്ലാസുകൾ നയിച്ചു. ഇടവക ട്രസ്റ്റി റെജി CI, സെക്രട്ടറി KS ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു. ദയ ആശുപത്രിയിലെ പ്രാഥമിക പരിചരണ ക്ലാസിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ബ്രഹ്മപുത്രൻ അടങ്ങുന്ന ടീം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പ്രമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിതീഷ് ചന്ദ്രൻ, ലീല രാമകൃഷ്ണൻ, PK ശ്യാംകുമാർ, ജോബി ജോൺ K, MA സജിൻ, ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃത്താല ബ്ലോക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടത്തി. ചാലിശ്ശേരി വിമുക്തഭാട ഭവനിൽ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് K. സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി കേണൽ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ വിംഗ് സെക്രട്ടറി സാവിത്രി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പ്രകാശൻ യോഗത്തിന് ആശംസകൾ നേർന്നു. തുടർന്ന് സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,790 രൂപ, സ്വർണം പവന് 1,18,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ.
ചരമം. ചെന്നൈ അണ്ണാനഗറിൽ താമസിക്കുന്ന കോട്ടയം പുത്തൻപുരയിൽ തയ്യൽ വീട്ടിൽ ജോസഫ് പി ഉമ്മൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. റോൺ പൊളങ്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് അണ്ണാനഗർ ജെറുസലേം മാർത്തോമ ചർച്ചിലെ ശുശ്രൂഷയ്ക്കു ശേഷം കിൽപാക് സെമിത്തേരിയിൽ നടത്തും. പരേതയായ ഉഷ ഭാര്യയും അശ്വിൻ ജോസഫ് മകനുമാണ്. വേലൂർ നാരങ്ങവളപ്പിൽ പരേതനായ ശങ്കരൻകുട്ടി നായർ ഭാര്യ പണിക്ക വീട്ടിൽ സാവിത്രിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ മുരളീധരൻ, മീര, പ്രേം എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര തെക്കുമുറി പരേതനായ കുറ്റിക്കാട്ട് ഫ്രാൻസിസ് ഭാര്യ ആഗ്നസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച തലക്കോട്ടുകര സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. കൊച്ചുറാണി, മിനി, മാമി, ബ്രിസ്റ്റോ എന്നിവർ മക്കളാണ്. വെള്ളാർക്കാട് പുതിയടത്ത് ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. അജിത്, അനിത എന്നിവർ മക്കളാണ്. തളി മുണ്ടത്ത് പുത്തൻ വീട്ടിൽ അമ്മിണിയമ്മ എന്ന പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. വിജയലക്ഷ്മി, രുക്മിണി, മോഹനവല്ലി, നാരായണൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.